കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണെന്ന കാര്യത്തിൽ നീണ്ടുനിന്ന അനിശ്ചിതത്വത്തിന് ഇന്ന് വിരാമമായേക്കും. സസ്പെൻസുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ഹൈക്കമാൻഡും പാർട്ടി നേതൃത്വവും ഒരു പേരിലേക്ക് എത്തിയതായാണ് ഏറ്റവും പുതിയ സൂചനകൾ നൽകുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനിരിക്കുന്ന ആ വ്യക്തി ആരാണെന്നറിയാനുള്ള ആവേശത്തിലാണ് കേരളത്തിലെ ജനങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന നിമിഷം മുതൽ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആരായിരിക്കും കേരളത്തെ നയിക്കുക എന്നതായിരുന്നു. എന്നാൽ 9 ദിവസമായിട്ടും ആ ചോദ്യത്തിന് ഉത്തരം ലഭിക്കാത്തതിൽ വോട്ടർമാർക്കിടയിലും അണികൾക്കിടയിലും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. അതേസമയം മുതിർന്ന നേതാക്കളുമായി ഇന്നലെ അവസാനഘട്ട ചർച്ചകൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് പൂർത്തിയാക്കിയിരുന്നു. നേതാക്കളുടെ അഭിപ്രായം ഖാർഗെയുമായി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധി ഒന്നുകൂടി ചർച്ച ചെയ്ത ശേഷമാകും അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുക. ഘടകകക്ഷികളെ വിവരം ഔദ്യോഗികമായി അറിയിച്ച് പിന്തുണയും തേടും. മുഖ്യമന്ത്രി പദത്തിനായി വി ഡി സതീശനും കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും വിട്ടുവീഴ്ചയില്ലാത്ത പോര് തുടരുന്ന പശ്ചാത്തലത്തിൽ കെ പി സി സി മുൻ അധ്യക്ഷന്മാരുമായും മുതിർന്ന നേതാക്കളുമായും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരുമായും ഹൈക്കമാൻഡ് ചർച്ച നടത്തിയിരുന്നു. സതീശനായി മുസ്ലിം ലീഗും മുരളീധരനും ചരടുവലിക്കുമ്പോൾ ഹൈക്കമാൻഡിലെ സ്വാധീനം ഉപയോഗിച്ച് കെ സി വേണുഗോപാലും കരുക്കൾ നീക്കുന്നുണ്ട്. പാർട്ടിയെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നയിച്ച പരിചയവും ഭരണപരിചയവും മുൻനിർത്തി രമേശ് ചെന്നിത്തലയും രംഗത്തുണ്ട്. കെ സി വേണുഗോപാൽ പക്ഷം ഇപ്പോഴും വമ്പൻ പ്രതീക്ഷയിലാണ്. ഹൈക്കമാൻഡിലെ തന്റെ വിശ്വാസ്യതയും ദേശീയ തലത്തിലുള്ള സ്വാധീനവും പരിഗണിച്ച് തനിക്ക് തന്നെ നറുക്കുവീഴുമെന്ന് കെ സി കരുതുന്നു. എന്നാൽ കെ സി മുഖ്യമന്ത്രിയായാൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വരുമെന്നത് വലിയൊരു വെല്ലുവിളിയായി തുടരുന്നു. യു ഡി എഫിലെ വലിയ കക്ഷിയായ മുസ്ലിം ലീഗിന്റെ നിലപാട് ഈ ചർച്ചകളിൽ നിർണായകമാണ്. ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കുമെന്ന പക്വമായ നിലപാടാണ് ലീഗ് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. സോണിയാഗാന്ധിയും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും തമ്മിൽ ഫോണിൽ സംസാരിച്ചതായാണ് സൂചനകൾ. ചെന്നിത്തലയോ സതീശനോ ആരു തന്നെ വന്നാലും ലീഗിന് എതിർപ്പില്ല. ഭരണ തുടർച്ചയ്ക്കും മുന്നണിയുടെ കെട്ടുറപ്പിനും മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യം അനിവാര്യമാണെന്ന് ലീഗ് നേതൃത്വം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും എന്ന പഴയ സമവാക്യങ്ങൾ മാറി പുതിയ ചേരിതിരിവുകൾ വന്നതോടെ ഹൈക്കമാൻഡിന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കിയാൽ അത് പാർട്ടിയിലെ ഐക്യം പുനഃസ്ഥാപിക്കാൻ സഹായിക്കുമെന്ന് ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ വാദിക്കുന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഏത് നിമിഷവും ഉണ്ടാകാമെന്ന പ്രതീതിയാണ് ഡൽഹിയിൽ നിലനിൽക്കുന്നത്. അതേസമയം കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ തനിക്ക് മുൻവിധിയില്ലെന്ന് നേതാക്കളോട് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ സാഹചര്യം അറിയാനാണ് കൂടിയാലോചനയ്ക്ക് വിളിച്ചത്. എല്ലാ വശങ്ങളും ആലോചിച്ചായിരിക്കും തീരുമാനമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിട്ടുണ്ട്. സംഘടനയ്ക്ക് നിരക്കാത്ത പ്രവണതകൾ ഉണ്ടായി എന്നാണ് രാഹുലിന്റെ നിരീക്ഷണം. അന്തിമ പ്രഖ്യാപനത്തിന് മുന്നേ നേരിട്ട് ഘടകകക്ഷികളോട് സംസാരിക്കണോ എന്നതിലും ഇന്ന് രാഹുൽ തീരുമാനം കൈക്കൊള്ളും. അതേസമയം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിലെ കാലതാമസം ബി.ജെ.പി. ദേശീയ തലത്തിൽ തന്നെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. വൻ ഭൂരിപക്ഷം ലഭിച്ചിട്ടും അധികാര വടംവലി കാരണം മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ കഴിയാത്തത് കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങൾ മൂലമാണെന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ബി.ജെ.പി. നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. എന്തുതന്നെയായാലും ഇന്നത്തെ ഹൈക്കമാൻഡ് കൂടിക്കാഴ്ചയോടെ കേരളത്തിലെ ഭരണ നേതൃത്വത്തെ ചൊല്ലിയുള്ള അനിശ്ചിതത്വത്തിന് വിരാമമാകുമെന്ന് പ്രതീക്ഷിക്കാം.